ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മളുടെ സ്വന്തം ആസ്തികഡലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രേഷ്. നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഓർക്കിഡ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നല്ല വളരെ വലിയ നഷ്ടമായിരിക്കും വരിക. ഇത് കണ്ടോ, ഒരു മഞ്ഞ പ്രാണിയെ ഞാൻ കാണിച്ചു തന്നതാണ്. ആകാപ്പട അതിനകത്തുണ്ടായിരുന്നത് എത്രയാണ്? 1 2 3 4 5 മുട്ടാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം വിരിഞ്ഞു, ബാക്കി 2 എണ്ണം പോയി. ഒരെണ്ണം കൂടെ വിരിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇവിടെ ഒരു വെള്ളപ്പൂ വിരിഞ്ഞത് കണ്ടോ, അതിൻ്റെ അപ്പുറത്തൊരു മഞ്ഞയുണ്ട്. അപ്പം നമ്മളെന്താ ശ്രദ്ധിക്കണം, ഇടയ്ക്ക് ഈ മഴക്കാലം ആണെങ്കിലും അല്ലെങ്കിലും നമ്മളുടെ ഈ ഓർക്കിഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ വന്നതിൻ്റെ ആ നീര്, മുട്ടിൻ്റെ ഒക്കെ നീര് ഊറ്റി കൊടുത്താൽ ആ മുട്ട് വിരിയില്ല. ഇത് ഇവിടെ ഒരു മുട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു പുതിയ സ്പൈക്ക് വന്ന 3 മുട്ടുണ്ട്. ഇപ്പോൾ അതിൽ 2 എണ്ണത്തിൽ വിരിഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം വിരിയാനുണ്ട്. അതിൻ്റെ കൂടെ വന്ന ഒരു സ്പൈക്കിലെ മുട്ടെല്ലാം പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിടയ്ക്ക് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആകും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലവറിങ്ങിനുള്ളൊരു വളമാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഫ്ലവർ മാത്രം പോലും നമ്മുടെ ചെടി ആരോഗ്യത്തോടെ ഇരിക്കണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ വരുന്നത് ഗ്രോത്തിനുള്ള ഒരു ഫെർട്ടിലൈസറുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുത്തപ്പോൾ സീഡ്ലിങ്സിന് മാത്രമേ കൊടുക്കാവുള്ളൂ, സീഡ്ലിങ്സിന് കൊടുക്കരുത്, മെച്ചർ പ്ലാന്റിന് മാത്രമേ കൊടുക്കാവുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ വളം സീഡ്ലിങ്സിനും മെച്ചർ പ്ലാന്റിനും എല്ലാം ഒരേപോലെ കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ആ വളം എന്താണെന്ന് കാണിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദ്യം തന്നെ നമ്മുടെ പ്ലാന്റ് എല്ലാം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാവുള്ളൂ. ഈ മഴ നനഞ്ഞ് നിൽക്കുന്ന ചെടിയാണ്, നനവുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ ഷെയ്ഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാവുള്ളൂ. ഇപ്പം ഞാൻ രാവിലെ ഇതെല്ലാം ഒന്ന് നനച്ചിട്ടുണ്ട്. ആ നനയ്ക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ച്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലെങ്തി ആക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് നനയ്ക്കുന്നതൊന്നും നിങ്ങളെ കാണിക്കാത്തത്. ഇപ്പം ഞാൻ നമ്മുടെ സ്പ്രെയർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫെർട്ടിലൈസർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ഫെർട്ടിലൈസർ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാമാണ്. അപ്പം നമുക്കിവിടെ 8 ലിറ്ററിൻ്റെ സ്പ്രെയറാണ്. അപ്പം നമ്മൾ 5 സ്പൂൺ വെച്ച് 8 40 ഗ്രാമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നാലേ നമുക്ക് നമ്മുടെ എല്ലാ പ്ലാന്റിനും അത് കിട്ടുകയുള്ളൂ, അതിൻ്റെ റേഷ്യോയും കറക്റ്റ് ആകുള്ളൂ. ഇത് നമ്മൾ കൊടുക്കുന്ന ഗ്രീൻ കെയറിൻ്റെ 30-10-10 എന്നുള്ള റേഷ്യോയിലുള്ള വളമാണ്. ഇത് ഗ്രോത്തിനാണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ് വളർന്നു കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഒരാളും അനങ്ങുന്നുമില്ല, മിണ്ടുന്നുമില്ല, സബ്സ്ക്രൈബേഴ്സും കുറവാണ്. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോകൾ ഇതുപോലെ ചെയ്യാനുള്ളൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്. അപ്പം നമുക്ക് ഞാൻ വളം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വളമെല്ലാം മിക്സ് ചെയ്തു. ഇനി നമുക്കിനി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞൊരു കണക്ക് ചെറിയൊരു വ്യത്യാസം ഒന്നും തോന്നുന്നു. നമ്മൾ 1 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം, അപ്പോൾ 1 സ്പൂണും. അപ്പോൾ 8 ലിറ്റർ വെള്ളത്തിന് 8 സ്പൂണാണ്. പക്ഷേ കണക്ക് പറഞ്ഞാൽ 40 ഗ്രാം, അത് കറക്റ്റാണ്. അപ്പോൾ നമുക്കതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇവിടെ ഒരു കുഞ്ഞു സുന്ദരി ഒരു സ്പ്ലാഷാണ് വിരിഞ്ഞിരിക്കുന്നത്. 4 മുട്ടുണ്ട്, 4 വിരിഞ്ഞു. ഇതെല്ലാം നമ്മുടെ ഇച്ചിരി നമ്മൾ കഷ്ടപ്പെട്ടാലുണ്ടല്ലോ, നമുക്ക് അതനുസരിച്ചുള്ള ഗുണം കിട്ടും. അപ്പോൾ നമ്മൾ അതുപോലെ കെയർ ചെയ്ത് ഇതിൻ്റെ പുറകെ നടക്കണം. എപ്പോഴും പറയുന്ന പോലെ തണ്ടിലും ഇലയിലും എല്ലാം നമ്മുടെ ഈ വളം അങ്ങ് ചെല്ലണം. എന്നാലേ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളരത്തുള്ളൂ. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചെടിക്ക് ഫ്ലവർ കിട്ടുകയുള്ളൂ. അല്ലാതെ ചുമ്മാ പ്ലാന്റ് കൊണ്ട് വെച്ചിട്ട് എനിക്ക് പൂവാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് നമ്മുടെ ഈ പ്ലാന്റുകൾ തരും. ഇത് ഞാൻ എപ്പോഴും പറയാമല്ലേ, നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ചെടിയിലൊക്കെ ഒരു പൂവ്, ഒരു മുട്ട്, വേറൊരു തൈ, ഇതൊക്കെ കാണുമ്പം സന്തോഷമില്ലാത്ത ആരാ ഉള്ളേ. നമ്മളൊരു കഷ്ടപ്പെടുന്നതിന് നമുക്കൊരു ഫലം കിട്ടുമ്പം നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിൻ്റെ തൃപ്തി ഉണ്ടല്ലോ, അത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംതൃപ്തി തന്നെയാണ്. അതിനൊരു സംശയവും ഇല്ല. അപ്പം ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഫാമിലിയിൽ നിങ്ങളും നമ്മളോട് കൂടെ കൂടാനായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. താല്പര്യമുള്ളവർ, അത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നവർ, ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഈ കാണിക്കുന്നത്, ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു, നമ്മുടെ RC ഗാർഡനിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ യാത്രയിൽ നമ്മളോടൊപ്പം കൂടണമെന്ന് ഞാൻ നിങ്ങളോട് ഒന്നും കൂടി അപേക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കണ്ടുമുട്ടാം.